നമസ്കാരം. കുത്തേറ്റ് ആശുപത്രിയിലായിരുന്ന നടൻ സെയ്ഫ് അലി ഖാൻ ഡിസ്ചാർജായി നടന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ പുതിയ വിവാദത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം വഴിവെച്ചത്. നട്ടലിന് സമീപത്ത് കുത്തേറ്റ സെയ്ഫിന് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നടക്കാൻ സാധിക്കുന്നത് എന്നാണ് പലരും ഉയർത്തുന്ന സംശയം. ഇക്കാര്യം മഹാരാഷ്ട്ര മന്ത്രിയായ നിതേഷ് റാണെ ഏറ്റെടുത്തതോടെ വിവാദം പുതിയ തലങ്ങളിലേക്കും എത്തിപ്പെടുകയായിരുന്നു. സെയ്ഫിന് ശരിക്കും കുത്തേറ്റിട്ടുണ്ടോ അതോ വെറും അഭിനയമാണോ എന്നൊക്കെയാണ് മന്ത്രി ചോദിച്ചത്. ഇതോടെ സെയ്ഫിനെ വിമർശിച്ചും പിന്തുണച്ചും സോഷ്യൽ മീഡിയയിൽ രണ്ടായി ചേരിതിരിഞ്ഞ് തർക്കവും തുടരുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു മോശം ശ്രമമല്ല, ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളും അല്ലെങ്കിൽ മറ്റെന്തോ ഗ്യാങ്ങുകളുണ്ടോ എന്നൊക്കെയാണ് ഒരു വിഭാഗം പറയുന്നത്. ബോളിവുഡ് സൂപ്പർ സ്റ്റാറായ സൽമാൻ ഖാൻ ഇപ്പോൾ മറ്റ് ഭീഷണികൾ നേരിടുകയാണ്. സൽമാനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. മാത്രമല്ല, ഇത് തികച്ചും മോഷണം തന്നെയാണെന്നും ആരുടെയോ അറിവോടെയൊക്കെയാണ് ഈ മോഷണം നടന്നതെന്നും ഒക്കെ പറഞ്ഞ് മറ്റൊരു വിഭാഗവും രംഗത്തെത്തുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ജനുവരി 16 പുലർച്ചെയാണ് സെയ്ഫ് അലി ഖാന് ആക്രമണം ഏൽക്കേണ്ടി വന്നത്. ജനുവരി 21 താരം ആശുപത്രി വിടുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 5 ദിവസമാണ് ഉണ്ടായിരുന്നത്. ബാന്ദ്രയിലെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്ന അക്രമി സെയ്ഫിനെ 6 തവണയാണ് കുത്തിയത്. പുറത്തു വന്ന വാർത്തകളും റിപ്പോർട്ടുകളും പ്രകാരം സെയ്ഫിന് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് വന്നിരുന്നത്. എന്നാൽ പിന്നീട് ആരോഗ്യനില സ്റ്റേബിൾ ആവുകയായിരുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരികയായിരുന്നു. കഴുത്തിലും കൈക്കും നട്ടലിന് സമീപത്തും കുത്തേറ്റ സെയ്ഫ് 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കടന്നു പോവുകയായിരുന്നു. 21-ാം തീയതി സെയ്ഫ് ആശുപത്രി വിട്ടത് സ്വന്തമായി നടന്നു വന്ന് വാഹനത്തിൽ കയറിയാണ്. ഈ ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് പുതിയ വിവാദങ്ങൾക്കും തുടക്കമായത്. മാത്രമല്ല, സെയ്ഫിനെ ആ ഘട്ടത്തിൽ സഹായിച്ചു എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറിന് പാരിതോഷികം നൽകിയ വാർത്തയും വൈറലായിരുന്നു. പക്ഷേ ഈ ഓട്ടോക്കാരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലും അദ്ദേഹം മറുപടി പറയാൻ വിമുഖത കാട്ടുകയായിരുന്നു. അതിന് പിന്നാലെയും ചർച്ചകൾ വേറൊരു വഴിക്ക് പോവുകയായിരുന്നു. എന്തായാലും ഇത്ര വേഗത്തിൽ സെയ്ഫ് എങ്ങനെ സുഖം പ്രാപിച്ചു എന്ന സംശയമാണ് ഇപ്പോൾ പരക്കെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിന് ഒരു ഉത്തരം നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗളൂരുവിലുള്ള കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ദീപക് കൃഷ്ണമൂർത്തി. സെയ്ഫ് അലി ഖാൻ ശരിക്കും നട്ടലിന് സർജറി കഴിഞ്ഞതാണോ എന്ന ഡോക്ടർമാർ അടക്കം ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം വെറും തമാശയാണെന്നാണ് ദീപക് കൃഷ്ണമൂർത്തി എക്സിൽ കുറിച്ചത്. നട്ടലിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞ ശേഷം നടക്കുന്ന തൻ്റെ അമ്മയുടെ വീഡിയോയും ഡോക്ടർ പങ്കുവച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ 78-കാരിയായ അമ്മയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുവെന്നും ഡോക്ടർ ദീപക് പറയുന്നുണ്ട്. പ്രായം കുറവുള്ളവർക്ക് ഇതിലും വേഗത്തിൽ സുഖമാകുമെന്നും ഡോക്ടർ കുറിക്കുകയായിരുന്നു. സെയ്ഫിനുണ്ടായിരുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ലീക്കായിരുന്നു. ഇത് ശസ്ത്രക്രിയ വഴി ശരിയാക്കി. ഇന്നത്തെ കാലത്ത് ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളുകൾ വരെ 3-4 ദിവസങ്ങൾ കൊണ്ട് നടക്കുകയും പടിക്കെട്ടുകൾ കയറുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളുടെ വിവരക്കേട് പരസ്യമാക്കുന്നതിന് മുൻപ് ഇതേക്കുറിച്ച് ഒന്ന് പഠിക്കുമെന്നും ഡോക്ടർ ദീപക് കൃഷ്ണമൂർത്തി എക്സിൽ കുറിച്ചിരിക്കുകയാണ്.